മൂന്നാമത്താണ് തഫ്സീറുൻ ജദീദുൻ ലിൽ ഖുർആൻ. അവര് ഖുർആൻ എന്ത് ചെയ്യും? പുതിയ തഫ്സീറുകൾ കൊടുക്കും. ഖുർആന് പുതിയ തഫ്സീറുകൾ കൊടുക്കും. ഈ മുഹമ്മദ് ഇല്യാസ് പറയുന്നതാണ് ഈ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അൽ ഇംറാൻ ആയത്തിൽ നിങ്ങൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉമ്മത്തായിരുന്നു ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെടുപ്പിച്ചത് അവരിൽ നിന്ന് വന്നിട്ടുള്ള. എങ്ങനെയുള്ള തഅമുറൂന ബിൽ മഅറൂഫ്, ആ ഉമ്മത്തിനെ പറ്റി പറയാണ് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നുണ്ട്, തിന്മ വിരോധിക്കുന്നുണ്ട്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഇയാൾ പറയാണെന്ത് ഇൻകശഫത് അലയ്യ ഹാദിഹി തരീഖത്തു ലിതബ്ലീഗി വഉൽഖിയ ഫീ റൂഇ ഫിൽ മനാമി തഫ്സീർ ആയ അന്നക ഉഖ്രിജ്ത ലിന്നാസി മിത്ലൽ അംബിയ. അതായത് ഈ ഒരു ത്വരീഖത്ത്, ഈ തബ്ലീഗിന്റെ ഈ ഒരു മാർഗം എന്റെ ഹൃദയത്തിലേക്ക് ഉറക്കത്തിൽ നൽകപ്പെട്ടു. എന്നിട്ട് പറയുകയാണെന്ത് നീ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ട ആളാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്. മിത്ലൽ അംബിയ, അംബിയാക്കളെ പോലെ. അപ്പൊ ഇയാള് പുതിയ തഫ്സീർ ഉണ്ടാക്കാൻ ഇതുപോലത്തെ ആയത്തുകളാണ് ഈ 3 ദിവസവും 4 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് പുറപ്പെടാനുള്ള ഒരു തെളിവുകൾ. നാലാമത്തതാണ് ഇവരുടെ സിഫാത്തു സിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. 6 വിശേഷണങ്ങൾ. ഈ 6 വിശേഷണങ്ങളിൽ ഇവരിലുണ്ടാവും. ഈ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പറയാം. ഈ ജമാഅത്ത് തബ്ലീഗുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് എന്തുള്ളതാണ് വന്നിട്ടുള്ള കാര്യമാണ്. ബദിഉ ജമാൻ അന്നൂറുസി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറയാണ് എന്ത് ഇത് അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. ഈ ഒരു 6 പോയിന്റുകളിൽ ശ്രദ്ധിക്കണം, 6 വിശേഷണങ്ങളിലായിരിക്കണം ശ്രദ്ധ എന്നുള്ളത്. ഇനി എന്താണ് ഈ 6 പോയിന്റുകൾ നോക്കുക? ശരിക്കും 6 പോയിന്റുകൾ നോക്കി കഴിഞ്ഞാൽ വാഹിറായിട്ട് നോക്കുമ്പോൾ നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ ഉദ്ദേശം വേണം. ഫസ്റ്റ് അവർ കലിമത്ത് ത്വയ്യിബ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കണം എന്നാണ്. പക്ഷെ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല തബ്ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ലാ ഖാലിഖ ഇല്ലല്ലാഹ്. മനസ്സിലായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവർ പറയും ലാ റാസിഖ ഇല്ലല്ലാഹ്, ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ മുഹീ ഇല്ലല്ലാഹ്, ലാ മുമീത് ഇല്ലല്ലാഹ്. അതായത് തൗഹീദ് റുബൂബിയ്യ വെച്ചിട്ട് എന്ത് ചെയ്യും? തഫ്സീർ ചെയ്യും. ഇത് അല്ലാഹു അല്ലാതെ ആരും ചെയ്യുന്നില്ല, അല്ലാഹു അല്ലാതെ ആരും തിരിച്ചറിയുന്നില്ല, അല്ലാഹു അല്ലാതെ ആരും ജീവിപ്പിക്കുന്നില്ല, മരിക്കുന്നില്ല. ഇത് സുബ്ഹാനല്ലാഹ് അവര് ഏത് ആൾക്കാരോട് തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കൂടെ അറിയാണ്ട് ചിലപ്പോൾ പെട്ടോ എന്താ മാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ചാൽ അവർ പറയും ലാ മഅബൂദ ഇല്ല. എത്ര ആളുകൾ എന്തൊക്കെ കാര്യത്തിന് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നുണ്ട്? ഇബ്രാഹിമിന്റെ കാലത്ത് തന്നെ പിന്നെ പല കാര്യങ്ങൾ ആരാധിക്കുന്നുണ്ട്. അതൊക്കെ മഅബൂദാത്തുകളല്ലേ? ആണ്. പക്ഷെ ശരിയായിട്ടുള്ള തഫ്സീർ എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അല്ലെ, യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് തൗഹീദ് റുബൂബിയ്യ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഇതിനെ തഫ്സീർ ചെയ്യുക. ഇവരെ ദഅവത്തിൽ തന്നെ ഇവരെ കൂടെ നടന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇവരെങ്ങനെയൊക്കെ അറിയാം? പറയാം നോക്കി നിനക്ക് അള്ളാഹ് കണ്ണെന്നില്ലേ, നോക്കി കണ്ണില്ലാത്ത എത്ര ആൾക്കാരുണ്ട്. പിന്നെ പറയും നിനക്ക് അള്ളാഹ് നടക്കാനുള്ള 2 കാലുകൾ തന്നെ, എത്ര ആൾക്കാർ കാലില്ലാണ്ട് നടക്കണം, എന്തൊക്കെ അള്ളാഹ് എനിക്ക് നമുക്ക് മഴ വർപ്പിച്ചു തരുന്നു. ഇതായ റുബൂബിയ്യത്തിലാണ് എന്തുണ്ടാവുക? അവരെ ശ്രദ്ധ. റുബൂബിയ്യത്ത് പറഞ്ഞാൽ മക്ക മുശ്രികീങ്ങൾ ഒരു അംഗീകരിച്ച കാര്യം. മക്ക മുശ്രികീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുബൂബിയ്യത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓരോടി വലയിൻ സായൽ തോമൻ ഖലഖ സമാവാതി വൽ അർദ് എന്ന് പറയും അവർ പറയും അള്ളാഹാണ്. ഇത് ഒരു പറയേണ്ട ആവശ്യമില്ല. ഇവര് പക്ഷേ ശ്രദ്ധ എന്തിലായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കും, റുബൂബിയ്യത്തിലാകണം എന്ത് ചെയ്യുക അവർ ശ്രദ്ധിക്കുക. അപ്പോ ആദ്യത്തെ പോയിന്റ് ഇതാണ്. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ തഫ്സീർ റുബൂബിയ്യത്ത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക? തഫ്സീർ ചെയ്യുക. പിന്നെ ഈ ഇവരെ മാർഗം എന്ന് പറയുന്നതിന് നമ്മൾ പറഞ്ഞു ദിയോബന്ദിയ, അതുപോലെ തന്നെ സൂഫിയ, മാതുരിദിയ അഖീദയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ്. ഇത് സൂഫികളാണ് ശരിയായിട്ടുള്ള മാർഗത്തിൽ ചെയ്യുന്ന ആളുകൾ എന്നാണ് അവർ വിചാരം. അപ്പൊ അവർക്ക് ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ കിതാബിൽ ഇപ്പൊ നമ്മൾ വായിച്ചത് തൗഹീദുൽ ഉലൂഹിയ്യക്ക് യാതൊരു പ്രാധാന്യം അവർ കൊടുക്കില്ല. അതുകൊണ്ടാണ് അവര് ജമാഅത്ത് തബ്ലീഗിന് ഇവര് പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഖബറുള്ളയും ഖുബറുള്ളയും സ്ഥലത്താണ് പോയിട്ട് എന്ത് ചെയ്യുക? അവർ പോയിട്ട് താമസിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് ഇവരെ ഈ ദഅവത്ത് അല്ലെങ്കിൽ വലാലത്ത് നടത്തുന്ന ആ സ്ഥലത്തായിരിക്കും. മനസ്സിലായില്ലേ? അവിടെ ശിർക്കിയാത്തും കാര്യങ്ങളും നടക്കുന്നതൊന്നും യാതൊരു പ്രശ്നമില്ല.